ഏവർക്കും നമസ്കാരം. ഇപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഹയർ സെക്കൻഡറി മാത്തമാറ്റിക്സ് സബ്ജക്റ്റ് അതിൻ്റെ ഒരു കരിക്കുലർ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. അതായത് +1 +2 ക്ലാസ്സുകളിലെ പരീക്ഷാ രീതികളും സിലബസ് അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് +1 ക്ലാസ്സിലാണ് നമുക്കിപ്പോൾ ചെക്ക് ചെയ്യേണ്ടത്. എന്തൊക്കെയാണ് പഠിക്കാനുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത് ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ള സെറ്റ്സ് എന്നൊരു ചാപ്റ്ററാണ്. അത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത് പഠിക്കാൻ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഇത് നമ്മൾ 10ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചതുമായിട്ട് ബന്ധമില്ലാത്തത് കാണാം, കുറച്ച് ബന്ധമുള്ളത് കാണാം. അങ്ങനെയുള്ള ചാപ്റ്റേഴ്സാണ്. പുതിയ കാര്യങ്ങളാണ് നമുക്ക് ഈ വർഷം ഫുള്ള് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളെല്ലാം പഠിക്കേണ്ടി വരും. ട്രിഗണോമെട്രി ഫങ്ഷൻസ് കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു ചാപ്റ്റർ. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ, കോംപ്ലക്സ് നമ്പേഴ്സ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. ലീനിയർ ഇൻഇക്വാളിറ്റീസ് എന്നുണ്ട്. പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്, ബൈനോമിയൽ തിയറം, സീക്വൻസ് ആൻഡ് സീരീസ്, സ്ട്രെയിറ്റ് ലൈൻസ്, കോണിക് സെക്ഷൻസ്, ഇൻട്രൊഡക്ഷൻ ടു 3-dimensional ജോമെട്രി, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്, മാത്തമാറ്റിക്കൽ റീസണിങ്, സ്റ്റാറ്റിസ്റ്റിക്സ്, പ്രോബബിലിറ്റി കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്, ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ മാത്തമാറ്റിക്സ് അടിസ്ഥാന ഗണിതശാസ്ത്രം വരെ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളത് നമ്മൾ. അപ്പോൾ ഇത് നമ്മൾ ഹയർ സെക്കൻഡറി ക്ലാസ്സിലാണ് മാത്തമാറ്റിക്സിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ മാത്തമാറ്റിക്സ് നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നത് ഹയർ സെക്കൻഡറി ക്ലാസ്സിലാണ്. അപ്പോൾ 16 ചാപ്റ്ററാണ് +1 ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. 16ഉം എളുപ്പമുള്ള ചാപ്റ്ററാണ്. ഇങ്ങനെയൊക്കെ പേരുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാം എളുപ്പമുള്ള ചാപ്റ്റേഴ്സാണ്. പെട്ടെന്ന് നമുക്ക് പഠിച്ചു തീർക്കാൻ കഴിയുന്ന ചാപ്റ്റേഴ്സ് തന്നെയാണ്. അപ്പോൾ ഇത് ആണ് ചാപ്റ്റേഴ്സിനെ കുറിച്ചുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പരീക്ഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. എൻ്റെ മാർക്കിൻ്റെ രീതി പറയുകയാണെങ്കിൽ നമുക്ക് +1 പരീക്ഷ എങ്ങനെ നോക്കാം. +1 നമുക്ക് 60 മാർക്കിനാണ് തിയറി പരീക്ഷ, 60 മാർക്കിന് എഴുത്ത് പരീക്ഷയാണ്. പ്ലസ് 20 മാർക്ക് ഇൻറ്റേർണൽ മാർക്കാണ്. അതായത് നിങ്ങൾ ചെയ്യുന്ന വർക്ക്, അസൈൻമെൻറ്റ്സ് അങ്ങനെയൊക്കെ ഉള്ള ഇൻറ്റേർണൽ മാർക്ക് 20, പ്ലസ് ലാബിന് 20 മാർക്ക്. അങ്ങനെ 100 മാർക്കിനാണ് +1 വരുന്നത്. അതുപോലെ +2 ഇതുപോലെ തന്നെ 60 മാർക്ക് തിയറി പരീക്ഷ, ഇൻറ്റേർണൽ 20, ലാബ് 20, അതും 100 മാർക്ക്. അങ്ങനെ നമ്മൾ ഹയർ സെക്കൻഡറി +1 +2 കൂടെ ടോട്ടൽ ഒരു സബ്ജക്റ്റ്, മാത്സ് സബ്ജക്റ്റിന് 200 മാർക്കാണ്. പക്ഷെ ഇവിടെ നമ്മൾ +1 60 മാർക്ക് എഴുത്ത് പരീക്ഷ, 20 ഇൻറ്റേർണൽ മാർക്ക്, 20 ലാബ് ഇത് ഇൻറ്റേർണലാണ്. ഈ ലാബ് +1 ഇട്ടിട്ടുണ്ടെങ്കിലും ഈ ലാബ് പരീക്ഷ +1 ഇല്ല, ലാബ് പരീക്ഷ +2 ഉള്ളൂ. അപ്പോൾ ഈ 20 മാർക്ക് നമുക്ക് ഇവിടെയാണ് അത് ആഡ് ചെയ്യേണ്ടത്. +2 20 മാർക്ക്. അപ്പം +2 ലാബ് പരീക്ഷ +2 ഉള്ളത്. ലാബ് പരീക്ഷ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറും കൂടെ ചേർത്ത് അവസാനം 40 മാർക്സിന് ഒരുമിച്ച് നടത്തും. അത് സെക്കൻഡ് ഇയർ മാത്രമേ ലാബ് പരീക്ഷയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഇയർ നമുക്ക് തിയറി പരീക്ഷയ്ക്ക് 60 മാർക്കും ഇൻറ്റേർണൽ 80 മാർക്ക്. ഈ ലാബിൻ്റെ 20 +2 ഉള്ളത്. അതും കൂടെ അതിൻ്റെ കൂടെ ചേർത്തിട്ട് ഒരുമിച്ച് പരീക്ഷ നടത്തുള്ളൂ സെക്കൻഡ് ഇയർ അവസാനം. അങ്ങനെ 40 മാർക്ക്. അപ്പോൾ ടോട്ടൽ എഴുത്ത് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എക്സാമിന് നമ്മൾ എഴുതി വാങ്ങേണ്ടത് 120 മാർക്കാണ്, ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറും കൂടെ. പ്ലസ് ഇൻറ്റേർണൽ മാർക്ക് 20 2 വർഷം കൂടെ 40 മാർക്ക്. ലാബിന് ടോട്ടൽ 40 മാർക്ക്. അങ്ങനെ 200. ഇങ്ങനെയാണ് മാർക്കിംഗ് രീതി. അപ്പോൾ ഇതിൽ ഈ 120 മാർക്ക് നിങ്ങൾ പരീക്ഷ എഴുതി വാങ്ങേണ്ടത്. ഈ 40 മാർക്കും ഇൻറ്റേർണലും ഈ 40 മാർക്ക് പ്രാക്ടിക്കലും, മൊത്തം 80 മാർക്ക്. ഇത് നിങ്ങൾക്ക്
ഈസി ആയിട്ട് വാങ്ങാൻ പറ്റുന്നതാണ്. അതായത് കറക്റ്റായിട്ട് വർക്കും അസൈൻമെൻറ്റുകളെല്ലാം അധ്യാപകർ പറയുന്നത് കറക്റ്റായിട്ട് ചെയ്യുകയും അസൈൻമെൻറ്റ്സുകൾ കറക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്യുകയും വർക്കുകളെല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നവർക്ക് ഈ 40 മാർക്ക് ഫുൾ വാങ്ങാൻ പറ്റും. ഈസി ആയിട്ട് വാങ്ങാൻ പറ്റും. അറ്റൻഡൻസ് എല്ലാം കറക്റ്റാണെങ്കിൽ 40 മാർക്ക് ഈസി ആയിട്ട് വാങ്ങാൻ പറ്റും. ഈ 40 മാർക്ക് ലാബാണ്. ലാബ് നമുക്ക് ജിയോജിബ്രയെ ബേസ് ചെയ്തിട്ടുള്ള ലാബാണ്. ജിയോജിബ്ര കുറച്ച് പേർക്ക് പഠിച്ചിട്ടുണ്ടാകും 10ാം ക്ലാസ്സിൽ. ജിയോജിബ്ര ബേസ് ചെയ്തിട്ടുള്ള IT ലാബാണ് നമുക്ക് മാത്സ് ലാബിൽ വരുന്നത്. ഈ മാത്സ് ലാബിൻ്റെ മാനുവൽ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരിക്കാം. മാനുവൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരിക്കുക. അത് നിങ്ങൾ നോക്കാൻ മനസ്സിലാവും. മൊത്തം ലാബ് ജിയോജിബ്ര ലാബിൽ നമുക്ക് ഫസ്റ്റ് ഇയർ 16 ലാബാണ് ഉള്ളത്. 16 ലാബ്. അതിൽ 8 എണ്ണമെങ്കിലും മിനിമം ചെയ്യണം. 16 ലാബിൽ 8 ലാബ് ചെയ്തിരിക്കണം. ഇതുപോലെ സെക്കൻഡ് ഇയറും ഉണ്ട്. അപ്പോൾ 16ൽ ചോയ്സ് നമുക്ക് എടുക്കാം. 8 ലാബെങ്കിലും നമ്മൾ ചെയ്തിരുന്നു അതിനകത്തുള്ളതേ പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ ഈ ലാബ് വളരെ എളുപ്പമാണ്. അത് നമ്മൾ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഈ 40 മാർക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. അങ്ങനെ 80 മാർക്ക് ഷുവറായിട്ട് വാങ്ങാൻ പറ്റുന്നതാണ്. ഇത് കുറച്ച് പഠിക്കുകയും കൂടെ ചെയ്താൽ നിങ്ങൾക്ക് 120 മാർക്കും കൂടെ വാങ്ങാം. ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുന്ന സബ്ജക്റ്റാണ്. ഇതിൽ തിയറി പരീക്ഷ 60 മാർക്കിനാണെങ്കിലും 80 മാർക്കിനാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. നമ്മൾ 60 മാർക്കിന് എഴുതിയാൽ മതി. ചോയ്സാണ്. 60 മാർക്കിന് എഴുതിയാൽ മതി. ബാക്കി ചോയ്സ് ഉണ്ട്. 20 മാർക്ക് ചോയ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ചോയ്സൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും. ഒരു ഇതൊക്കെ പഠിച്ചാൽ നല്ല മാർക്ക് വാങ്ങാൻ പറ്റും. തോക്കേണ്ട സാഹചര്യമേ ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് മാർക്കിങ്ങിൻ്റെ രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ഐഡിയ മനസ്സിലുണ്ടായിരിക്കണം. ഈ 80 മാർക്ക് നിങ്ങൾക്ക് ഷുവറായിട്ട് കിട്ടുന്നതാണ്. അതൊരിക്കലും കളയരുത്. 120 മാർക്കിനുള്ള തിയറിക്കുള്ളത് പഠിച്ചുകൊണ്ടിരിക്കുക. കറക്റ്റായിട്ട് ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്ത് പഠിക്കുന്ന കുട്ടികൾക്ക് 120 മാർക്ക് ഈസി ആയിട്ട് വാങ്ങാം. ലാബിൻ്റെ മാനുവലും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരിക്കാം. അതായത് ഓരോ സമയത്ത് എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യം കറക്റ്റ് ഇൻഫർമേഷൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അതൊക്കെ വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.